ഓരോരോ മേഖലകളെയും പ്രത്യേകം എടുത്ത് എനർജി റിക്വയർമെന്റ് പഠിച്ച് വിപുലവും വിശാലവുമായ എനർജി പ്ലാനിംഗ് ഇന്ത്യ നടത്താൻ തുടങ്ങിയിട്ട് 10-12 വർഷമാകുന്നു. അതിൻ്റെ പ്രതിഫലനവും റിസൾട്ടും നമുക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞു. പണ്ട് പദ്ധതികൾ പലതും പ്രഖ്യാപിക്കുന്നതും പാതി വഴിയിൽ നിശ്ചലമാകുന്നതും ഇന്ത്യക്കാർ നിരവധി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് തീരുമാനങ്ങൾ ലൈറ്റ്നിംഗ് വേഗതയിൽ പൂർത്തിയാവുകയും റിസൾട്ട് എടുക്കുകയും ചെയ്യുന്നത് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യ സ്ഫുരണമായിരുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട് 40,000 കിലോമീറ്ററിലധികം റെയിൽവേ പാതകൾ നമ്മൾ വൈദ്യുതീകരിച്ചത്. ഇന്ന് നമ്മുടെ ബ്രോഡ്ഗേജ് റെയിൽവേ 95% ഇലക്ട്രിക്കാണ്. യൂറോപ്പും അമേരിക്കയും പോലും സ്വപ്നം കാണുന്ന വേഗതയിലായിരുന്നു ഈ മാറ്റം. ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനുകളിലേക്ക് മാറിയതോടെ 15,000 കോടി രൂപയുടെ ഡീസൽ ഇറക്കുമതിയാണ് രാജ്യം പ്രതിവർഷം ലാഭിക്കുന്നത്. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഹീറോയിക് മൂവായിരുന്നു ഇത്. ഇങ്ങനെ ക്രൂഡ് ഓയിലിലും പ്രകൃതിവാതകത്തിലും അമിതമായി ആശ്രയിക്കാതിരുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ നമുക്ക് യുദ്ധമോ ലോക്ക്ഡൗണോ പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നാളെ ഉണ്ടായാലും അചഞ്ചലമായി ഇരിക്കാൻ പറ്റൂ. ആ ലക്ഷ്യത്തിനായി ഇന്ത്യ ഇന്ന് നടപ്പാക്കുന്നത് പല പദ്ധതികളാണ്. കാരണം എന്താണെന്നറിയാമോ? അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധം അത്ര നിർണായകമാണ്. ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഏകദേശം 85% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബലഹീനതയായി തോന്നാം. ഒരു വികസിത സമ്പദ് വ്യവസ്ഥയാകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഊർജ്ജ ആവശ്യത്തിനായി വിദേശ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് ഒരു പ്രധാന ചോദ്യമുയർത്തുന്നു. അസംസ്കൃത എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ സ്വപ്നങ്ങളുടെ വേഗത കുറയ്ക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇന്ത്യ അതിവേഗത്തിലുള്ള വ്യവസായവൽക്കരണത്തിനും നഗരവൽക്കരണത്തിനും സാക്ഷ്യം വഹിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ നിരത്തിലിറങ്ങി. ലോജിസ്റ്റിക് നെറ്റ്വർക്കുകൾ രാജ്യമെമ്പാടും വ്യാപിച്ചു. ഏവിയേഷൻ, കൺസ്ട്രക്ഷൻ, കൃഷി, സർവീസ് സെക്ടർ എന്നിവയെല്ലാം ഊർജ്ജത്തിനായി വലിയ തോതിൽ എണ്ണയെ ആശ്രയിക്കുന്നു.